ഹലോ. അപ്പോൾ നമുക്കിന്ന് വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് പൗഡർ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ, പക്ഷേ റെക്കോർഡായില്ല വീഡിയോ. ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. സ്ഥിരം യൂസ് ചെയ്യുന്ന കാജൽ കണ്ണ് എഴുതി കേട്ടോ, താഴത്തൂടെ എഴുതിയിരിക്കുന്നത് ഞാൻ കാണിക്കാൻ മറന്നു. ഒരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തിട്ട് തലയൊന്ന് ചീപ്പി കൊണ്ട് ചീകി കേട്ടോ. മുടിയൊക്കെ നല്ല നനവാണ് കേട്ടോ, കണ്ടില്ലേ? നനഞ്ഞ മുടിയാണ്, കണ്ടില്ലേ? നമുക്ക് ഇതൊന്ന് നമുക്ക് എന്താ പറയുക, ഇത് വെച്ചിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി കൊടുക്കാം. ആക്ച്വലി എൻ്റെ മുടിയിൽ കുറച്ച് ഓയിലി ഉള്ളതുകൊണ്ട് അധികം ഞാൻ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. എങ്കിലും മുടിയുടെ ഉള്ളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറമേ ഒത്തിരി ഓയിലായിട്ട് നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഉള്ളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹോട്ട് എയർ ആണ് അതിന് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ, ഇത് ഓഫ് മോഡ്, ഇത് 1, ഇത് നോക്കി ചെയ്യാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ സെയിം പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ മറ്റൊരു പ്രോഡക്റ്റാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. അത് നോർമൽ ഹെയർ ആണ് കേട്ടോ, ഹോട്ട് എയർ അല്ല. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ വലിച്ചിടുക. സിന്ദൂർ കിട്ടും തയ്യാർ. അപ്പോൾ ഞാൻ കാണിച്ച എന്താ പറയുക, ന്യൂസിലാൻഡ് ഹെയർ ഡ്രയർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർ മേടിച്ച ഹോട്ട് എയർ ഹെയർ ഡ്രയർ ആണ്. അപ്പോൾ വേണ്ടവർ മേടിച്ചോ, നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കൂടുതലും തണുപ്പ് കാലത്താണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം ആ സമയത്ത് മുടി ഉണങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹോട്ട് എയർ വരുമ്പോൾ നമുക്ക് ആ തണുപ്പത്ത് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നും. അപ്പോൾ വേണ്ടവർ മേടിച്ചോ, ടാഗ് ചെയ്ത് കൊടുക്കാൻ പോകുള്ളൂ കേട്ടോ.